ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 1-ാം തീയതി പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നു. നമുക്ക് ഒരു പുതിയ കാര്യത്തെപ്പറ്റി സംസാരിക്കാം. ആർത്തവ സമയങ്ങളും പൂജയും. ആർത്തവ സമയങ്ങളിൽ, അതായത് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് സാധാരണ നമ്മളോടൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് എന്താണ്? അയ്യോ, പീരീഡ്സാണ്, അടുക്കളയിൽ കയറരുത്. പണ്ടത്തെ ആളുകളൊക്കെ പറയും അടുക്കളയിൽ കയറരുത്, കട്ടിലിൽ കിടക്കരുത്, അതുപോലെ കിണറുകളിൽ തൊടരുത്, ക്ഷേത്രങ്ങളിൽ പോകരുത്, വിളക്ക് തെളിയിക്കരുത്, തൊടരുത് പരസ്പരം, അല്ലേ? മാറിയിരിക്കണം. എന്തിനു പറയുന്നു? ഭഗവാന്റെ രൂപം മനസ്സിൽ ഒന്ന് കാണുക പോലും ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്, വ്രതങ്ങൾ എടുക്കരുത്. ഇങ്ങനെയൊക്കെയാണ് പഴയ കാലത്ത് ആളുകൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ കണ്ടു. ആ പെൺകുട്ടി വളരെ വിഷമത്തോടു കൂടി എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എൻ്റെ ഒരു പരിചയക്കാരിയാണ്. അവളുടെ അമ്മായിയമ്മ നിരന്തരം വീട്ടിൽ പ്രശ്നമാണ്. കാരണം ഈ പെൺകുട്ടിക്ക് 2 പെൺമക്കളാണ്. അപ്പോൾ അറിയാലോ, 3 സ്ത്രീകൾ ആ വീട്ടിലുണ്ട്. ഈ പെൺകുട്ടിയും അവരുടെ 2 പെൺമക്കളും. ഒരാളുടെ പീരീഡ്സ് കഴിയുമ്പം മറ്റേ ആളുടെ പീരീഡ്സ് ആവും. അങ്ങനെ ഈ മാസത്തിൽ മിക്ക ദിവസവും ആ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ പീരീഡ്സ് ഉണ്ടാകും. അപ്പോൾ ഈ അമ്മായിയമ്മയ്ക്ക് റിട്ടയർഡായി ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അമ്മായിയമ്മയ്ക്ക് അമ്പലങ്ങളിലൊന്നും അങ്ങനെ പോകാനായിട്ട് സാധിച്ചില്ല. കാരണം അവർക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്ഫറും ജോലിയുടെ ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് അവർ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പോൾ പെൻഷനായി. അപ്പോൾ അവർക്ക് സ്വസ്ഥമായി, പൈസയുണ്ട്, പെൻഷൻ കിട്ടും, മക്കളൊക്കെ നല്ല നിലയിലായി, കാശിനൊന്നും ആവശ്യമില്ല, ഭർത്താവും ഇല്ല, മരിച്ചുപോയി നേരത്തെ തന്നെ. അപ്പോൾ ഇവരൊറ്റയ്ക്കാണ്. അപ്പോൾ ആ സമയത്ത് അവർ തീരുമാനിച്ചു, ഇനിയുള്ള കാലം ക്ഷേത്രങ്ങളിലൊക്കെ പോവുക, അവിടെയുള്ള സപ്താഹ യജ്ഞങ്ങൾ പോലെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുക, ഏകാദശി പോലെയുള്ള വ്രതങ്ങളൊക്കെ ഗുരുവായൂർ പോയി എടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങളൊക്കെ അവരെടുക്കുകയും ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ആ കൂട്ടായ്മ അനുസരിച്ചിട്ട് ഇവരിങ്ങനെ പോകാനായിട്ട് തീരുമാനിക്കുകയും ഒറ്റയ്ക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വീട്ടിൽ എപ്പോഴും ആർക്കെങ്കിലുമൊക്കെ പീരീഡ്സ് ആയിരിക്കും. ഇതിൻ്റെ പേരിൽ ഈ അമ്മായിയമ്മ നിരന്തരം ഇവരെ വഴക്കുണ്ടാക്കുന്നു. ഇവരോടങ്ങ് വഴക്കാണ്. അവർക്ക് അവിടെ തൊട്ടു ഇവിടെ തൊട്ടു ആകെ പ്രശ്നം. ഇതിൻ്റെ പേരിൽ ഈ മരുമകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും വീട് മാറിയാലോ എന്ന് വരെ ആലോചിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഒരൊറ്റ മകനാണ് ഈ മരുമകളുടെ ഭർത്താവിന്. അപ്പോൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അമ്മായിയമ്മ ഇട്ടിട്ട് പോയി എന്നുള്ള ഒരു പേരുദോഷം ഉണ്ടാകും, വേറെ ആരും ഇല്ല നോക്കാൻ. അങ്ങനെ ഇവരാകെ വിഷമിച്ചിട്ട് ഭഗവാൻ ശ്രീകണ്ഠേശ്വരനോട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഒരു സ്വൈര്യവും ഇല്ല. എന്താ ചെയ്യുക? ഈ പീരീഡ്സ് മാറ്റി വെക്കാൻ പറ്റുമോ? ഈ 2 പെൺകുട്ടികളല്ലേ, ഇവർക്ക് പീരീഡ്സ് ഉണ്ടായില്ലായിരുന്നെങ്കിലത്തെ പ്രശ്നം എന്തായിരുന്നേനെ? പീരീഡ്സ് ഉണ്ടാകാത്ത ഒരു സ്ത്രീയെ ആണ് ഇവരുടെ മകൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുമായിരുന്നത്? അങ്ങനെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ സമ്മതിക്കുമായിരുന്നോ ഈ സ്ത്രീയെ, ഈ അമ്മായിയമ്മ? ഇല്ല. അപ്പോൾ ഈ ആർത്തവം കാരണം ആ കുടുംബത്തിലെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ വഴക്കായി. അതിനു മുമ്പ് യാതൊരു വഴക്കും ഇല്ലായിരുന്നു എന്നാണ് ഈ മരുമകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവർ പെൻഷനായി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അതിനു മുമ്പ് ഇവർ രാവിലെ അങ്ങ് പോകുമല്ലോ, സന്ധ്യ കഴിഞ്ഞിട്ടേ വരികയുള്ളൂ. പിന്നെ ആ ജോലി ക്ഷീണത്തിൽ എന്തെങ്കിലും കഴിച്ചിട്ട് അവർ കിടന്നുറങ്ങും, രാവിലെ പിന്നെയും പോകും. ഇതൊന്നും അവർ ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ജോലി ഇല്ലാത്തതിൻ്റെ ഒരു അസ്വസ്ഥതയും കാണും, പിന്നെ ഇങ്ങനെ അവർക്ക് സ്വസ്ഥമായി പോകാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടും കാണും, ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ കാണും. പക്ഷേ ഇപ്പോൾ ഒരു സ്വൈര്യവുമില്ല. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ശത്രുക്കളായി. കൊച്ചുമക്കൾക്ക് പോലും അമ്മമ്മയോട് ഇഷ്ടക്കുറവായി. എന്താ ചെയ്യുക? നമ്മൾ പഠിച്ച് താഴോട്ട് വളരുന്നു.
പടവലങ്ങ പോലെ വളരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം പലരും നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞു തരും. അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. നമ്മൾ മുമ്പോട്ടാണ് വളരേണ്ടത്. ഭാഗവതവും രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും ഒക്കെ അതിൻ്റേതായ അർത്ഥത്തിൽ വളരെ കൃത്യമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിലൊന്നും തന്നെ നമ്മൾ ചെന്ന് ചാടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പഴയ കാലത്ത് അറിയില്ല മനുഷ്യന് പല കാര്യങ്ങളും. ആ അറിവില്ലായ്മ കൊണ്ടും അവിടുന്നും ഇവിടുന്നും കേൾക്കുന്ന ചില കാര്യങ്ങൾ പകുതി കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞ് നമുക്ക് തന്നതിൻ്റെ ഫലമാണ് ഇന്നും നമ്മുടെ ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം. കൃത്യമായ ബോധ്യമില്ലാതെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഭഗവാൻ മഹാഭാരതത്തിൽ ദ്രൗപദി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട് അല്ലേ? ദ്രൗപദി എന്ന് പറഞ്ഞ കഥാപാത്രം രജസ്വലയായിരുന്നു. എപ്പോൾ? പാണ്ഡവർ ചൂത് കളിച്ചു കൊണ്ടിരുന്ന സമയത്ത്. ചൂത് കളിച്ച് തോൽക്കുകയാണ്. രാജ്യം പണയം വെക്കുന്നു, സഹോദരങ്ങളെ പണയം വെക്കുന്നു, തന്നെത്താനെ പണയം വെക്കുന്നു, അവസാനം ഭാര്യയെയും പണയം വെക്കുന്നു യുധിഷ്ഠിരൻ. അങ്ങനെ ഭാര്യയെ പണയം വെച്ച് കഴിഞ്ഞപ്പോഴാണ് ദുശാസനനെ വിടുന്നത്. പിടിച്ചുകൊണ്ടുവരൂ എന്ന് പറഞ്ഞ് ദുര്യോധനൻ വിടുന്നത്. ആ സമയത്ത് പാഞ്ചാലി ആരായിരുന്നു? ഒറ്റമുണ്ടൊടുത്തു നിൽക്കുന്ന രജസ്വലയായ പാഞ്ചാലിയെയാണ് വ്യാസഭഗവാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ആ സമയത്ത് ഞാൻ രജസ്വലയാണ്, എനിക്ക് സദസ്സിലേക്ക് വരാൻ കഴിയുകയില്ല, ഒറ്റമുണ്ടൊടുത്ത് നിൽക്കുകയാണ്, എന്നെ ഈ സമയത്ത് പിടിച്ചു വലിച്ചുകൊണ്ട് പോകരുത് എന്ന് കരഞ്ഞു കേണു ദുശാസനനോട് ദ്രൗപദി പറയുന്ന രംഗം മഹാഭാരതം ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ളവരുടെ മനസ്സിലുണ്ട്. പിടിച്ചു വലിച്ചുകൊണ്ട് പോയി ദുശാസനൻ കൗരവസഭയുടെ മധ്യത്തിലേക്ക്. ആ സമയത്ത് തൻ്റെ വീരന്മാരായ ഭർത്താക്കന്മാരും സദസ്സിലെ പൗരപ്രമുഖരും എല്ലാവരും നോക്കിയിരിക്കുന്ന സമയത്ത് ദ്രൗപദി ആരെയാണ് വിളിച്ചത്? ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് വിളിച്ചത്. ഭഗവാൻ ഓടി വരികയാണ് ദ്രൗപദിയുടെ മാനം കാക്കുന്നതിനായിട്ട്. ഈ കഥ ഞാൻ 1000 വട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. രജസ്വലയായിരുന്ന ദ്രൗപദിയുടെ നാവിൻ തുമ്പിലേക്ക് ഭഗവാനേ എന്നാണ്, കൃഷ്ണ എന്നെ രക്ഷിക്കണമേ എന്നാണ് വന്നത്. എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, പീരീഡ്സ് ആയിരിക്കുമ്പം നമഃശിവായ എന്ന് പോലും സംസാരിക്കരുത്. പിന്നെ എന്തിനായിരുന്നു ദ്രൗപദി ഭഗവാൻ ശ്രീകൃഷ്ണനെ വിളിച്ചത്? എന്തിനായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ രജസ്വലയായ ദ്രൗപദിയെ സംരക്ഷിച്ചത്? അതിനു മുമ്പും അതിനുശേഷവും ദ്രൗപദിക്ക് ധാരാളം ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാഭാരതം ശരിയായി പഠിക്കുമ്പോൾ ദ്രൗപദി ഓരോ ആവശ്യങ്ങളുമായി ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ഭാഗം നമുക്ക് വായിക്കാനും പഠിക്കാനുമായിട്ട് പറ്റും. പക്ഷേ കൃത്യമായി ഭഗവാൻ ദ്രൗപദിയെ സഹായിച്ചത് എപ്പോഴാണ്? രജസ്വലയായിരുന്ന സമയത്ത് ദ്രൗപദി വിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. ദ്രൗപദിയുടെ മക്കളെ എല്ലാം നഷ്ടപ്പെട്ടു. ആ സമയത്തും ഭഗവാൻ ഒരു കുട്ടിയെ പോലും ദ്രൗപദിക്ക് കൊടുത്തില്ല. പക്ഷേ മാനം രക്ഷിച്ചു ദ്രൗപദിയുടെ. രജസ്വലയായി കരഞ്ഞു വിളിച്ചുകൊണ്ടിരുന്ന ദ്രൗപദിയുടെ മാനം ഭഗവാൻ രക്ഷിച്ചു. അപ്പോൾ രജസ്വലയായിരിക്കുന്ന ഒരു സമയത്ത് നാമം ജപിക്കുവാൻ സാധിക്കുമോ? ഭഗവാനോട് തൻ്റെ അപേക്ഷകൾ, തൻ്റെ സങ്കടങ്ങൾ പറയാൻ സാധിക്കുമോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. നിങ്ങൾക്ക് തന്നെ അതിന് ഉത്തരം കിട്ടിക്കാണുമല്ലോ. അതുപോലെ എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ട രജസ്വലയായിരിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത്? പഴയ കാലത്ത് ഇന്നത്തെ പോലെയുള്ള ആധുനിക സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. പണ്ട് വീട്ടിൽ ആളുകൾ ഒരു ജോലി ചെയ്യണമെങ്കിൽ, എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തലേ ദിവസം അമ്മുമ്മ നെല്ലെടുത്ത് കൊടുക്കും കുത്താൻ.
ആ നെല്ല് കുത്തി അരിയാക്കി വെക്കണം തലേ ദിവസം. പിറ്റേ ദിവസം ചോറുണ്ടാക്കണമെങ്കിൽ, കഞ്ഞി വെക്കണമെങ്കിൽ. കാരണം നെല്ല് പാടത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് നല്ല നെല്ലൊക്കെ വിൽക്കും, കാരണം കൃഷിയാണ്. നല്ല നെല്ല് ഒരിക്കലും വീട്ടിലേക്ക് ഉപയോഗത്തിനായിട്ട് എടുക്കില്ല, അതെല്ലാം കൊടുക്കും. കാരണം കൊടുത്തു കിട്ടുന്ന കാശ് കൊണ്ട് വേണം പിള്ളേരെ പഠിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ. തേങ്ങയാണേലും അങ്ങനെ തന്നെ, തേങ്ങയും നെല്ലുമാണ് ആകെ വരുമാനം. അപ്പോൾ ഈ പൊടിഞ്ഞ നെല്ലും അല്ലെങ്കിൽ ഇച്ചിരി ചീത്തയായ നെല്ലും ഒക്കെ കാണും. അത് എടുത്ത് മാറ്റി വെക്കും വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി, കാരണം അംഗങ്ങളുണ്ട്. അത് തലേ ദിവസം കുത്തണം, ഉരലിട്ട് കുത്തി അരിയാക്കി എടുത്ത് തലേ ദിവസം വെച്ചാലേ പിറ്റേ ദിവസം രാവിലെ ചോറും കഞ്ഞിയൊക്കെ വെച്ച് സ്കൂളിൽ പോകാൻ പറ്റൂ. എന്തു ജോലിയാണ്. കിണറ്റിൽ നിന്നും വെള്ളം കോരണം. അത് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഒരു വെള്ളമാണ് കിണറ്റിലെ. അത് നമുക്ക് ആഹാരത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. പാത്രം കഴുകാനും തുണി നനയ്ക്കാനുമേ പറ്റൂ. പാത്രം കഴുകി കഴിയുമ്പം ഈ ഒരു വെള്ളമായതുകൊണ്ട് ഇതിനിങ്ങനെ ഒരു പാട് പോലെ ഇതിൻ്റെ പുറത്ത് വരും. പണ്ട് പിച്ചള പാത്രവും ചെമ്പ് പാത്രവും ഒക്കെ ആണല്ലോ. അപ്പം ആഹാരം വെക്കാനായിട്ടുള്ള വെള്ളം വേറെ ഇച്ചിരി ദൂരെയുണ്ട് ഒരു കിണർ. അവിടെ പോയി കോരി എടുത്തു കൊണ്ടുവരണം. പാത്രം കഴുകാൻ ആഹാരം കഴിച്ചിട്ട് കുളത്തിൽ പോകണം. അവിടെ പോയി പാത്രം കഴുകി കൊണ്ടുവന്ന് വെക്കണം. വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കൃത്യമായി കിട്ടണമെന്നില്ല. ചില സ്ഥലങ്ങളിൽ നമ്മുടെ മുറ്റത്തുള്ള കിണറ്റിൽ പെട്ടെന്ന് തന്നെ നല്ല വെള്ളം കിട്ടും. പക്ഷേ കൂടുതൽ സ്ഥലങ്ങളിലും ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള വെള്ളങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ വെള്ളം കോരണം. ഇനി അടുത്ത് കിണറുണ്ടെങ്കിൽ പോലും വെള്ളം കോരണം, ഇടിക്കണം, അരയ്ക്കണം, ഇരുന്ന് പാത്രം കഴുകണം. പല സ്ഥലങ്ങളിലും ഇരുന്നാണ് അടുപ്പ് കത്തിക്കുന്നത്. തുണി നനയ്ക്കണം, വാഷിംഗ് മെഷീനൊന്നുമില്ല. അപ്പം കഠിനമായ ജോലിയാണ്. ഒരു 7 ദിവസം. അപ്പോൾ ഒരു വീട്ടിൽ അന്നത്തെ കാലത്ത് ഒരുപാട് അംഗങ്ങളുണ്ട്. ഒരാൾ മാറിയിരുന്നാലും വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല ആ വീട്ടിൽ. കാരണം ഓരോരുത്തർക്കായിരിക്കുമല്ലോ പീരീഡ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഒരാളൊന്ന് മാറിയിരുന്നാൽ ജോലിയൊന്നും അത് ബാധിക്കില്ല. ഒരു പൂജാമുറി ഒരുക്കുന്നതിന് പോലും പഴയ കാലത്ത് അത് തൂത്ത് തുടയ്ക്കണം. ഇപ്പോഴത്തെ കൂട്ട് ഓടി അങ്ങോട്ടേന്നൊന്ന് തൂത്ത് ഒരു വിളക്കെടുത്ത് കുറച്ച് വിമ്മുമൊക്കെ എടുത്തൊന്ന് കഴുകി അങ്ങോട്ട് പോയി ഒന്ന് വിളക്ക് കത്തിച്ച് ഹരേ രാമ ഹരേ രാമ. ഇത്രയല്ല പഴയ കാലത്ത്. ഒരു പൂജാമുറി കാണും. ആ പൂജാമുറി രാവിലെയും വൈകുന്നേരവും തൂക്കണം, തുടയ്ക്കണം, അതിൻ്റെ വാതിൽ തൂക്കണം, തളിക്കണം, പൂജയ്ക്ക് ആവശ്യമുള്ള പൂക്കളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. പൂജ ചെയ്യുന്നവർക്കാണെങ്കിൽ നേദ്യം ഉണ്ടാക്കണം. വെള്ളം എടുത്തുകൊണ്ട് വരണമെങ്കിൽ ദൂരെ പോകണം. ഈ പൈപ്പ് തുറന്ന വെള്ളം കിട്ടുന്ന സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ പഴയ കാലത്ത്. ഇപ്പം ചാണകം ഉണ്ടെങ്കിൽ ആ ചാണകം കൊണ്ട് തളിക്കുകയോ, അങ്ങനെ ഓരോ വീടുകളിലും ഓരോ രീതിയായിരിക്കും പൂജ ചെയ്യുന്നതിന്. അപ്പോൾ ആ സമയത്ത് പീരീഡ്സ് ആയിരിക്കുന്ന ആളുകൾക്ക് കുറച്ച് വിശ്രമം പഴയ കാലത്തുള്ള ആളുകൾ അനുവദിച്ചു കൊടുത്തു. നിങ്ങൾ വിശ്രമിച്ചോളൂ, മറ്റൊരു മുറിയിൽ പോയിരുന്ന് ഈ 3-4 ദിവസം നിങ്ങൾ വിശ്രമിച്ചോളൂ. നിങ്ങളുടെ ശരീരത്തിന് ചില ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ശരീരത്തിന് ഭയങ്കരമായ ചൂടുണ്ടാകും. ചില ആളുകൾക്ക് വയറിന് വേദനയുണ്ടാകും, ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ കഠിനമായ ജോലി ചെയ്ത് നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. മാസത്തിൽ ഈ സമയത്തെങ്കിലും കുറച്ച് ദിവസം കുറച്ച് നേരം നിങ്ങൾ എന്ത് ചെയ്യുക, വിശ്രമിക്കുക എന്ന് പറഞ്ഞ് പഴയ ആളുകൾ മാറ്റി നിർത്തിയത് നല്ല ഉദ്ദേശത്തോടു കൂടി അവർ ചെയ്തതാണ്. ആ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തതിനെ എന്താ ചെയ്യുന്നത്? ഇപ്പം എന്തോ തെറ്റു ചെയ്തവരെ പോലെയാണ് കാണുന്നത്. വൃത്തികെട്ട പിള്ളേർ എന്നെ തൊട്ടോ അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ വന്നോ എനിക്കിനി പോകാൻ സാധിക്കുകയില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ക്ഷേത്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭഗവാൻ ഇവരുടെ പ്രാർത്ഥന കേൾക്കുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് ഏതു ഗംഗയിൽ പോയി കുളിച്ചാലാണ് അവർക്ക് പാപമോചനം ലഭിക്കുന്നത്? ആർത്തവം അശുദ്ധിയല്ല, അത് ശരീരത്തിൻ്റെ ഒരു പ്രക്രിയയാണ്. ആർത്തവം ഉണ്ടായാൽ മാത്രമേ സൃഷ്ടി നടക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു പുരാണത്തിൽ ആർത്തവം അശുദ്ധിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. ഒരിക്കൽ സദ്ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ സമയത്ത്
നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹവും ഞാൻ ഈ പറഞ്ഞ മറുപടി തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഏറ്റവും മനോഹരമായി പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയമാണ് ആർത്തവ സമയങ്ങൾ. ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾ നിങ്ങളുടെ മുറിയിലിരുന്ന് നിങ്ങൾ നാമം ജപിച്ചുകൊള്ളൂ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഇഷ്ടദേവതയെ ആഗ്രഹിച്ചുകൊണ്ട്, ഇഷ്ടദേവതയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾ ആ ദേവതയോട് പങ്കുവെച്ചുകൊള്ളുക. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചുറ്റുപാടിൽ അങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതിനെ നമ്മൾ ധിക്കരിക്കാൻ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആർത്തവ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിങ്ങൾ തന്നെ തൊട്ടു നോക്കിക്കോളൂ, സാധാരണ സമയങ്ങളിൽ ഉള്ളതിനേക്കാൾ ചെറിയ വ്യത്യാസങ്ങൾ ആർത്തവ സമയത്ത് നമ്മുടെ ശരീരത്തിനുണ്ടാകും. നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറിൽ, താപനിലയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ ശരീരത്തിന് ഒരു ചൂട് അനുഭവപ്പെടും ഇല്ലേ? അത് നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. നമ്മുടെ ശരീരം മറ്റൊരവസ്ഥയിലേക്ക് മാറുകയാണ്. അതായത് സന്താന ഉൽപാദനത്തിന് വേണ്ടി തയ്യാറെടുത്തിരുന്ന ശരീരം ആ ഉൽപാദനം നടക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യുകയാണ്, ആ ഒരു സങ്കടം ശരീരത്തിനുണ്ടാവുമല്ലോ, ഒരു സങ്കടം. കാരണം ശരീരം സന്താന ഉൽപാദനത്തിന് വേണ്ടി തയ്യാറെടുത്തു, പക്ഷേ സന്താന ഉൽപാദനം എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. നടക്കാത്തപ്പം അത് ഉപേക്ഷിക്കുന്ന ഒരു സമയമാണ്. ഒരു വലിയ കാര്യം ചെയ്യുന്നു, അത് നടക്കുന്നില്ല. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും, നമ്മളൊരു കാര്യത്തിന് വേണ്ടി തയ്യാറാകുന്നു, അത് സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതങ്ങ് മാറ്റുകയാണ്. അങ്ങനെ ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സമയമാണ് ഈ ആർത്തവ സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ചില പ്രവർത്തനങ്ങളൊക്കെ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകമായ ചൂടും ചില മൂഡ് സ്വിങ്സും ഒക്കെ ഉണ്ടാകുന്നത് ഇല്ലേ? നമുക്ക് ആ സമയത്ത് ആകെ ഒരു അസ്വസ്ഥതയായിരിക്കും, ദേഷ്യമായിരിക്കും, ശരീരത്തിന് വല്ലാത്ത വേദന അനുഭവപ്പെടും, ചൂട് അനുഭവപ്പെടും. നമ്മളാകെ അസ്വസ്ഥമായിരിക്കുന്ന സമയമാണ് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത്. ആ സമയത്ത് മറ്റു മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി നടക്കുമ്പം ആ ക്ഷേത്രത്തിലുള്ള ആ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്ന ആളുകളുടെ ബോഡി ടെമ്പറേച്ചറും നമ്മുടെ ടെമ്പറേച്ചറും തമ്മിൽ വ്യത്യാസമുണ്ട്. ആർത്തവം ഇല്ലാത്ത ഒരാളുടെ മാനസികാവസ്ഥയും അയാളുടെ ശരീരത്തിൻ്റെ ചൂടുമല്ല ആർത്തവ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരാളുടെ. അപ്പോൾ ഈ രണ്ട് സ്വഭാവങ്ങൾ, രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ടെമ്പറേച്ചറുകൾ കൂടിച്ചേരുമ്പോൾ അത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മിക്സിംഗ് ആയി മാറും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി, അത് നമ്മുടെ ശരീരത്തിന് തന്നെ ദോഷമാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കുക, പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഇനി നമ്മൾ അമ്പലത്തിലേക്കൊന്നും പോകുന്നില്ല. പഴയ കാലത്ത് സ്ത്രീകൾ പുറത്തേക്കൊന്നും ആ സമയത്ത് പോകാറില്ല, കാരണം പഴയ കാലത്തെ സ്ത്രീകൾക്ക് ജോലിയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ജോലിയുണ്ട്, ജോലിക്ക് പോകണം, പീരീഡ്സ് ആണെന്ന് പറഞ്ഞൊന്നും മാറിയിരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വലിയ തിരക്കുള്ള ഒരു ബസ്സിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ ഇരിക്കുകയാണെന്ന് തോന്നുക. നമ്മൾ ആകെ ഒരു ഡിസ്കംഫോർട്ടായിട്ടായിരിക്കും ആ സമയത്ത് ഇരിക്കുന്നത് അല്ലേ? നമുക്ക് ആകെ ഒരു അസ്വസ്ഥതയായിരിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ ഇരുന്ന് സന്തോഷിച്ച് വർത്തമാനം പറയുന്ന ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ശാരീരികാവസ്ഥ ആ സമയത്ത് പലർക്കും കിട്ടാറില്ല. 95% ആളുകൾക്കും കിട്ടാറില്ല. പക്ഷെ ചിലർ പറയും അവർക്ക് പീരീഡ്സ് ആകുന്നത് അറിയുകയില്ല എന്ന്. അത് ഭാഗ്യവാന്മാർ, വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ആളുകളാണ്. പക്ഷേ ഒരു 95% ആളുകൾക്കും ഈ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ജോലിക്ക് പോവുക, സ്കൂളിൽ പോവുക, അവർക്ക് ആകെ അങ്ങ് ബുദ്ധിമുട്ടാണ്. ദൈവമേ 2 ദിവസം ഒന്ന് ലീവ് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ സമയത്ത് എന്ന് വിചാരിക്കാത്ത ആളുകളില്ല. കൂടുതലും അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ്, നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. കാരണം ഒരു നിരാശയാണ് ആ സമയത്ത് ശരീരത്തിന്. കാരണം വലിയൊരു തയ്യാറെടുപ്പാണ് നടത്തിയത് ശരീരം, അത് നടക്കുന്നില്ല. അപ്പം ശരീരത്തിനുണ്ടാകുന്ന നിരാശ, അതാണ് നമ്മിലേക്കും
പ്രതിഫലിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു അശുദ്ധിയല്ല. നിങ്ങൾ അക്കാര്യം പ്രത്യേകമായി ഓർക്കുക. ഈ സമയത്ത് സ്വസ്ഥമായി നമ്മുടെ മുറിക്കകത്തിരുന്ന് ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ജപിക്കുക, ധ്യാനിക്കുക. ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് മറ്റേത് സമയത്തെ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ ഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മളും ഭഗവാനുമായുള്ള ഒരു സംയോഗമാണ് ആ സമയത്ത് നടക്കുന്നത്. കാരണം മറ്റേത് സമയത്ത് ചെന്ന് പല കാര്യങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണനോട് ദ്രൗപദി പറഞ്ഞിട്ടും ഭഗവാൻ കേട്ടില്ല പല കാര്യങ്ങളും. പക്ഷേ ഒരാപത്തിൽപ്പെട്ടപ്പോൾ അവിടെ രജസ്വലയായിരുന്നിട്ട് കൂടി ഭഗവാൻ ഓടി വരികയാണ്. ഭഗവാൻ കൊടുത്ത വസ്ത്രമാണ് ദ്രൗപദി എന്ത് ചെയ്യുന്നത്? ധരിക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ അശുദ്ധിയാണ്. ആളുകൾ പറയും ഇല്ലേ, ചില ആളുകൾ പറയും, എന്നോട് പറഞ്ഞിട്ടുണ്ട് നമഃശിവായ എന്ന് മനസ്സിൽ ഓർക്കുക പോലും ചെയ്യരുത്, കൊടും പാപമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ദ്രൗപദി എന്തിനു വിളിച്ചു? ഭഗവാൻ എന്തിനോടി വന്നു? അതുകൊണ്ട് ഈ സമയത്തെ പ്രാർത്ഥന ബ്രഹ്മമുഹൂർത്ത പ്രാർത്ഥനയ്ക്ക് തുല്യമാണ്. ആ സമയത്ത് നിങ്ങൾ കുളിച്ച് നിങ്ങളുടെ മുറിയിലിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ജപിക്കുക, നാമം ജപിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുക. തെറ്റായ ആഗ്രഹങ്ങളല്ല, നമ്മുടെ ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഇനി നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല, ഭഗവാന്റെ സ്നേഹം മാത്രം മതിയെങ്കിലും ആ സമയത്ത് ഭഗവാനെ കൂടുതൽ സ്നേഹിക്കുക. തീർച്ചയായിട്ടും ആ സമയത്തെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, ജപത്തിന് കൂടുതൽ ഫലം ലഭിക്കും. സദ്ഗുരു ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ മഹാഭാരതവും രാമായണവും ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ പഠിക്കുമ്പം, ദേവി മഹാത്മ്യവും ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ തെളിഞ്ഞു വരണം, നമ്മുടെ മനസ്സുകൾ തെളിഞ്ഞു വരണം. തെറ്റായ പ്രവണതകൾ കണ്ടാൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കുണ്ടാകണം. ആ ബോധത്തിൽ നിന്നും ശരിയായ മാർഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. യജ്ഞങ്ങളെപ്പറ്റിയും യാഗങ്ങളെപ്പറ്റിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കലിയുഗത്തിൽ നാമജപത്തിനാണ് പ്രാധാന്യമെന്നും അത് ഭഗവാൻ തന്നെ ഭാഗവതത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റു യുഗങ്ങളിൽ യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കുമാണ് പ്രാധാന്യമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ യജ്ഞങ്ങളും യാഗങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എവിടെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഭഗവാന് കണ്ടകശനിയാണ്, ഭഗവാൻ ഏഴര ശനിയാണ്, ഭഗവാൻ ഈ പൂജ ചെയ്യാൻ പോയി, ഭഗവാൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു, ഭഗവാന്റെ ജാതകവും എടുത്തുകൊണ്ട് എന്തു ചെയ്യുന്നു? ജ്യോത്സ്യനെ കാണാൻ പോകുന്നു, സമയമായോ എന്ന് അന്വേഷിക്കാൻ പോകുന്നു. നിങ്ങൾ എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. വാൽമീകിയും വ്യാസഭഗവാനും ഒക്കെ എഴുതിയതാണ്, നമ്മളാരും എഴുതിയതല്ല. യാഗങ്ങളും യജ്ഞങ്ങളും അന്ന് രാജ്യത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു രാജാവ് തനിക്ക് മക്കളെ ലഭിക്കുന്നതിന് വേണ്ടി പുത്രികാമേഷ്ടി യജ്ഞം നടത്തിയിട്ട് മക്കളെ ലഭിച്ചു ഇല്ലേ? പക്ഷേ ആ മക്കളാൽ വിഷമിച്ചു തന്നെ ആ രാജാവ് എന്തു ചെയ്യപ്പെട്ടു? മരണപ്പെട്ടു. അതും നമ്മൾ കണ്ടു, നമ്മൾ പഠിച്ചു. കർമ്മഫലം അനുഭവിക്കണമെന്ന് ഭഗവാൻ എപ്പോഴും പറയുന്നുണ്ട്. തെറ്റു ചെയ്യാതെ ജീവിക്കണമെന്നും പറയുന്നുണ്ട്. പഴയ കാലഘട്ടത്തിൽ വിവാഹങ്ങൾ തന്നെ പലതരത്തിലുണ്ടായിരുന്നു. സ്ത്രീക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു.
സ്വയംവരം, അല്ലേ? മത്സര പരീക്ഷകളിൽ ജയിക്കുന്ന ആളിനെ വിവാഹം ചെയ്തു കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ടായിരുന്നു. സ്ത്രീക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കുന്നതിനായി തിരഞ്ഞെടുക്കുന്നതിനായുള്ള സ്വാതന്ത്ര്യം പഴയ കാലത്ത് അനുവദിച്ചു കൊടുത്തിരുന്നു. ആരും അറിയാതെ വിവാഹം കഴിച്ചിരുന്ന ഗാന്ധർവ വിവാഹങ്ങൾ പോലെയുള്ള വിവാഹങ്ങൾ ഉണ്ടായിരുന്നു. കന്യാദാനം ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള വിവാഹങ്ങൾ പോലും പഴയ കാലത്ത് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തിലോ ഇല്ലേ? എന്തൊക്കെ ദുഷ്പ്രവർത്തികളാണ് ഓരോരുത്തരും ചെയ്യുന്നത്. പലരും തങ്ങളുടെ പെൺകുട്ടികളെ കച്ചവടത്തിനായി വിട്ടുകൊടുക്കുകയാണ്. അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ എന്തോരം അനുഭവിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക. ആരെങ്കിലും ഏതെങ്കിലും ജ്യോത്സ്യന്മാർ അവിടെ ഇവിടെ ഇരുന്ന് പറയും 21 വയസ്സിനുള്ളിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ തീർന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരുത്തനെ അവൾക്കൊട്ടും യോജിക്കാത്ത അല്ലെങ്കിൽ ആലോചിക്കാതെ കുട്ടിക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കാതെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയില്ലാത്ത അവസ്ഥയിൽ ആ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും? ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കും. അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു അതോടുകൂടി. പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവർക്ക് വിഷയമല്ല. കാരണം ഞാൻ വിവാഹം കഴിപ്പിച്ചല്ലോ, എൻ്റെ ജോലി കഴിഞ്ഞല്ലോ, ഇത്രയേ ഉള്ളൂ. പിന്നെ നാട്ടുകാരാണ് തീരുമാനിക്കുന്നത് ഇവരെങ്ങനെ ജീവിക്കണമെന്ന്. രാവും പകലും നമ്മുടെ വീട്ടിലേക്കല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്, അയലത്തെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നോട്ടം. എന്നിട്ട് നമ്മളാണ് തീരുമാനിക്കുന്നത്. അതിനെന്താ കുഴപ്പം? അത് കുറച്ചങ്ങോട്ട് സഹിച്ചാൽ പോരെ, അങ്ങനെ ചെയ്താൽ പോരെ, ഇങ്ങനെ ചെയ്താൽ പോരെ. നമുക്കൊന്ന് ശ്വാസം വിടണമെങ്കിൽ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും അനുവാദം വേണം. പഴയ കാലത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടന്നതായി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമോ? പിന്നെ എന്തിനാണ് നമ്മൾ നാമം ജപിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്? എന്തിനാണ് ഭഗവത്ഗീത പഠിക്കുന്നത്? ഇതൊക്കെ പഠിക്കുന്നുണ്ട്, ഇതൊക്കെ വായിക്കുന്നുണ്ട്, ഭക്തനാണ് എന്ന് മേനി നടിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോകുന്നത് തന്നെ എന്തിനാണ്? അപ്പുറത്തെ വീട്ടിൽ എന്ത് സംഭവിച്ചു എന്ന് ആരെങ്കിലും വന്ന് നമ്മളോട് പറയുന്നുണ്ടോ? അത് അന്വേഷിക്കാനാണ് പോകുന്നത്. രാവിലെ കൊച്ചു കുഞ്ഞുങ്ങളെ അവർക്ക് പീരീഡ്സ് ആയി എന്നും പറഞ്ഞ് അവരെ വഴക്കു പറഞ്ഞ് വീട്ടിൽ അലശണ്ട ഉണ്ടാക്കിയിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. പോയിട്ട് ഈ കാര്യം ചെന്ന് അവിടെ ചെന്നിരുന്ന ആളുകളോട് പറയും. എന്നിട്ട് അവിടെ നിന്നുള്ള ന്യൂസൊക്കെ പിടിച്ച് എന്ത് ചെയ്യും? തിരിച്ചു വന്ന് ഇവിടെ വന്നിരുന്നിത് പരത്തും. എന്തിനാണ് പോകുന്നത്? നമ്മുടെ വീട്ടിൽ കഞ്ഞി വെച്ചില്ലെങ്കിലും അയലത്തെ വീട്ടിൽ കഞ്ഞി വെച്ചോ, ഇതാണ് നമ്മുടെ നോട്ടം. മറ്റൊരുത്തൻ്റെ ദുഃഖത്തിൽ മനസ്സുകൊണ്ടൊന്ന് സന്തോഷിക്കുക, അത് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ പാപങ്ങൾ വർദ്ധിക്കുകയും അവരുടെ പാപങ്ങൾ കുറയുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക. അതിനു വേണ്ടിയിട്ടാണ് പണ്ട് ഞാനൊരു കഥ പറഞ്ഞു, പാക്കനാറുടെ കഥ, അട്ടയെ തിന്നുന്ന കഥ. നിങ്ങൾ മറ്റൊരാളെ ദുഷിക്കുമ്പം, മറ്റൊരാൾ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പം അവർ യഥാർത്ഥത്തിൽ തെറ്റു ചെയ്തു എങ്കിൽ പോലും ആ തെറ്റിൻ്റെ പാപം കുറയുകയും നിങ്ങളിലേക്ക് ആ പാപം വന്നു ചേരുകയും ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾ ഓർക്കുക. 1000 അട്ടയെ തിന്നുന്ന പാപമാണ് അവൻ ചെയ്തതെങ്കിൽ നിങ്ങൾ ഒരു 10 തവണ പറഞ്ഞാൽ, അതായത് 10 തവണ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി അവൻ തെറ്റ് ചെയ്തു, അവൻ വൃത്തികെട്ടവനാണെന്ന്. നിങ്ങൾ 10 അട്ടയെ തിന്നണം. അവൻ എന്ത് ചെയ്യണം? 990 അട്ടയെ പിന്നെ തിന്നാൽ മതി. കാരണം അവൻ്റെ 10 അട്ട നിങ്ങൾ തിന്നു. അതാലോചിക്കുക, അവൻ തിന്നണോ നിങ്ങൾ തിന്നണോ എന്ന്. അതുകൊണ്ട് മറ്റുള്ളവനെ ദുഷിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ മുമ്പോട്ട് പോവുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ആർത്തവം അശുദ്ധിയല്ല എന്ന് മനസ്സിലാക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.